ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനെ തുടർന്ന് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങി. യുഎസ് പ്രസിഡന്റ് നാളെ ഇസ്രായേൽ സന്ദർശിക്കും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നാളെ രാജ്യത്തുടനീളം പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമാകും. കൊച്ചി വാട്ടർ മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ്ഗ സ്വാശ്രയ ദൌത്യത്തിനും ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 2 പദ്ധതികളും രാജ്യത്തെ കർഷകരുടെ ഭാവി മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷീരോത്പാദക രംഗത്ത് 1ാം സ്ഥാനത്തുള്ള ഇന്ത്യ മത്സ്യോത്പാദക രംഗത്ത് 2ാമതാണ്. आज से दलहन आत्मनिर्भरता मिशन भी शुरू हो रहा है. ये सिर्फ दाल उत्पादन बढ़ाने का मिशन नहीं है, बल्कि हमारी भावी पीढ़ी को सशक्त बनाने का भी अभियान है. जैसे मैंने अभी पहले कहा, बीते सालों में भारत के किसानों ने रिकॉर्ड खाद्यान्न उत्पन्न किया है. गेहूं हो, धान हो, आज भारत दुनिया के सबसे बड़े उत्पादकों में से एक है. കാർഷിക അനുബന്ധ മേഖലകളിലായി 42,000 കോടി രൂപയിലധികം വരുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിലൂടെ കാർഷിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവത്കരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പയറുവർഗ്ഗ സ്വാശ്രയ ദൌത്യത്തിലൂടെ പയറുവർഗ്ഗങ്ങളുടെ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തലും കൃഷി വിസ്തൃതി വർദ്ധിപ്പിക്കലും മൂല്യശൃംഖല ശക്തിപ്പെടുത്തലുമാണ് ലക്ഷ്യമിടുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സമത്വം, നീതി, ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലെ സിദ്ധി ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ശാക്തീകരണത്തിനും പുരോഗതിക്കുമുള്ള ഒരു മാർഗമായി വിദ്യാഭ്യാസത്തെ പിന്തുടരാൻ ഗോത്ര ജനതയെ പ്രോത്സാഹിപ്പിച്ച ശ്രീമതി മുർമു സിദ്ധി സമൂഹം 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ചതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. जो एक आदिम जनजातीय समूह है, इसमें साक्षरता की दर अभी 72% हो गया और बहुत अच्छी बात है. भाई तो एक नौकरी भी कर रहे हैं. भारत सरकार का प्रधानमंत्री जनजातीय आदिवासी न्याय महाअभियान, जो जिसको जनमन कहते हैं, देश के पीढ़ी के विकास के लिए समर्पित है. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ബീഹാറിൽ ഏകദിന സന്ദർശനം നടത്തുന്നു. സന്ദർശന വേളയിൽ സരൻ ജില്ലയിൽ ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മസ്ഥലമായ സിതാബ് ദിയാരയിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ലോക്നായക് ജയപ്രകാശ് നാരായണൻ ദേശീയ സ്മാരകത്തിൽ ഉപരാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തും. ജയപ്രകാശ് നാരായണന്റെ പത്നിയുടെ പേരിലുള്ള പ്രഭാവതി പുസ്തകാലയവും അദ്ദേഹം സന്ദർശിക്കും. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് US മധ്യസ്ഥതയിലെ കരാർ പ്രകാരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ 10,000 പലസ്തീനികൾ വടക്കൻ ഗാസ മുനമ്പിലേക്ക് മടങ്ങി. ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതായും ശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കാൻ പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിന് അനുവദിച്ച 72 മണിക്കൂർ കൌണ്ട് ഡൌൺ ആരംഭിച്ചതായും US പ്രതിനിധി സ്റ്റീവ് വിറ്റേക്കോഫ് പറഞ്ഞു. തിങ്കളാഴ്ചയോടെ ഹമാസ് ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. മാനുഷിക സഹായങ്ങൾ ഗാസ മുനമ്പിലേക്ക് എത്തിക്കാൻ കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് UN നൽകുന്ന വിവരം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ഇസ്രായേലിലും ഈജിപ്തിലും സന്ദർശനം നടത്തും. ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം കരാറിന്റെ ഭാഗമായി മോചിതരായ ബന്ദികളെ കാണുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രൂക്ഷമാകുന്ന US വെനസ്വേല സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി UN രക്ഷാസമിതി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഫ്രാൻസ്, ഡെൻമാർക്ക് തുടങ്ങിയ US സഖ്യകക്ഷികളും ആവശ്യപ്പെട്ടു. അതേസമയം മയക്കുമരുന്ന് ഭീകരരിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് UNലെ US പ്രതിനിധി ജോൺ കെല്ലി വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് നിരവധി ബോട്ടുകളെയാണ് US ആക്രമിച്ചത്. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പോളിയോ
പ്രതിരോധ യജ്ഞം സംസ്ഥാനത്ത് നാളെ നടക്കും 5 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ നൽകി യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. സ്കൂളുകൾ, അംഗനവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെയും ട്രാൻസിറ്റ് ബൂത്തുകൾ വൈകിട്ട് 8 മണി വരെയും പ്രവർത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്തത്. 38 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2023 ആരംഭിച്ച കൊച്ചി വാട്ടർ മെട്രോ ഇതുവരെ 1/2 കോടിയിലധികം യാത്രക്കാർ ഉപയോഗിച്ചതായും നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിൽ മെട്രോ സർവീസ് നിർണായക പങ്ക് വഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി നഗരത്തിനും ഈ പ്രദേശങ്ങൾക്കുമിടയിൽ ഉള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് ഉപകരിക്കും. രാജ്യത്ത് തന്നെ പല കാര്യങ്ങൾക്കും മുൻഗാമിയാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും നേട്ടങ്ങളും രാജ്യം തന്നെ പ്രത്യേകതയോടെ കാണുന്നതാണ്. അതോടൊപ്പം രാജ്യത്ത് ഏറ്റവും സ്തുത്യർഹമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന മാതൃകകൾ നമ്മുടെ കേരളമാണ് കാണിച്ചിട്ടുള്ളത്. ലോകനായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ജനാധിപത്യ മൂല്യങ്ങൾ, പൌരശാക്തീകരണം തുടങ്ങിയ ആദർശങ്ങൾ മുറുകെ പിടിച്ച ക്രാന്തദർശിത്വമുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ സമഗ്രതയെ സംരക്ഷിക്കാനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു ജയപ്രകാശ് നാരായണനെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഭാരതരത്ന നാനാജി ദേശ്മുഖിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. നാനാജിയുടെ നിസ്വാർത്ഥ സേവന തത്വങ്ങൾ സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി രാജ്യത്തെ സേവിക്കാൻ പ്രചോദനമാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കുറിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ശക്തമായ നിലയിൽ. 1ാം ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 518 റൺസിന് ഇന്ത്യ ഡിക്ലെയർ ചെയ്തു. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ മികച്ച സ്കോറിലെത്തിയത്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ശ്രീലങ്കയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 3 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ അടുത്ത മത്സരം നാളെ വിശാഖപട്ടണത്ത് ഓസ്ട്രേലിയയ്ക്കെതിരെയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് പുതുതായി നിർമ്മിച്ച യാത്രീ സുവിധാ കേന്ദ്രം പരിശോധിച്ചു. യാത്രക്കാരുടെ സുഗമമായ യാത്രയ്ക്ക് അനുയോജ്യമായാണ് സുവിധാ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളതെന്നും സ്റ്റേഷന് ചുറ്റുമുള്ള തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് വാങ്ങാൻ സൌകര്യം ഒരുക്കുന്നതിനായി സ്റ്റേഷനിലുള്ള എല്ലാ ടിക്കറ്റിംഗ് കൌണ്ടറുകളും ഈ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 മറ്റന്നാൾ തുടക്കമാകും. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മറ്റന്നാൾ രാജ്യവ്യാപകമായി എല്ലാ സ്കൂളുകളിലും തത്സമയ ബിൽഡത്തോൺ നടത്തും. സ്കൂളുകൾക്ക് ഈ മാസം 14 മുതൽ 31 വരെ എൻട്രികൾ സമർപ്പിക്കാം. വിജയികളെ ഡിസംബറിൽ പ്രഖ്യാപിക്കും. പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN-ൽ അംഗമായി അർമേനിയ. അബുദാബിയിൽ നടന്ന IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അർമേനിയ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ രാജ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ പുരോഗതി ഉറപ്പുവരുത്തുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. പെൺകുട്ടികൾ നയിക്കുന്ന മാറ്റം, പ്രതിസന്ധി നേരിടാൻ മുൻനിരയിൽ പെൺകുട്ടികൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനെ തുടർന്ന് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങി. US പ്രസിഡന്റ് നാളെ ഇസ്രായേൽ സന്ദർശിക്കും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നാളെ രാജ്യത്തുടനീളം പൾസ് പോളിയോ പ്രതിരോധ യജ്ഞത്തിന് തുടക്കമാകും. കൊച്ചി വാട്ടർ മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.